കടന്നു വരൂ വൈരാജാവായി. ഒന്ന് വെച്ചാൽ ഒന്ന്, ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ നാളെ വൈരാജാവായി. കട്ടമറിഞ്ഞാൽ കാണുന്ന പണം കാലി അടിച്ചാൽ കമ്പനിക്ക് വെക്ക. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. വെക്ക കമ്പനിക്ക് കാലി. സാറേ ഇപ്രാവശ്യം ഉത്സവമൊക്കെ ഭയങ്കര ഗംഭീരമാണല്ലോ സാറേ. അതെ, ഗംഭീരമായിട്ടുണ്ട്. നമുക്ക് മരം പിടിച്ചാലോ? എന്തിനാടോ, അതുങ്ങൾ കളിക്കട്ടെ. സാറേ ഇത് നിയമവിരുദ്ധമല്ലേ? എന്തെങ്കിലും ആവട്ടെ, ഈ ഉത്സവ സീസണില നിങ്ങൾക്ക് 10 പൈസ കിട്ടുള്ളൂ. വയറ്റിപ്പഴപ്പിന് വേണ്ടിയല്ലോ. നമ്മൾ എന്തിനാണ്? സാറെ സമ്മതിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര കാരമുള്ള പരിപാടിയാണ്. പണ്ട് ഞാൻ കളിക്കുമായിരുന്നു പോലീസ് കയറുന്നതിന് മുമ്പ്. ആണല്ലേ? അവിടെ നോക്കി എത്ര പൈസ വെച്ചാൽ കളിക്കുന്ന നോക്കിക്കേ. സാരില്ലെന്ന് കളിക്കട്ടെ. ഞാനൊരു 50 രൂപ വെച്ചാലാ? അത് നിയമവിരുദ്ധമല്ലേ? നമ്മൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ? എന്ത് നിയമവിരുദ്ധം? അതൊന്നും കുഴപ്പമൊന്നും. ഈ സാറിന്റെ ഒരു കാര്യം സാറ് അതൊന്നും ശരിയല്ല കേട്ടോ. 50 വെച്ചാൽ 100 കിട്ടും. അവിടെ ഞാനിപ്പോ എന്തെങ്കിലും കാണിക്കും. ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ നാളെ. കെട്ട പറഞ്ഞാൽ കാണുന്ന പടം. വല്ല കാര്യമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞതല്ലേ പൈസ പോകുന്നത്. എടോ ഫസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശ് പോവോ? പക്ഷേ 50 പോയുള്ളു. ഞാൻ 200 വെക്കാൻ പോയാണ്. 200 വെച്ചാൽ 400 നമുക്ക് 400 കിട്ടും. ഞാനിപ്പൊ പിടിച്ചു തരാം. തിരിച്ചു ഇതിന്റെ ടെക്നിക്കൊക്കെ എനിക്ക് സാറേ ഞാൻ പറഞ്ഞില്ലേ, സാറ് പണ്ട് കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ 250 രൂപയോടോ കാശ് എനിക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, സാറിന്റെ പൈസ തിരിച്ചു കിട്ടാൻ ഞാൻ ഒരു ടെക്നിക്ക് ഇറക്കട്ടെ. എന്ത് ടെക്നിക്ക്? പറയാം, സാർ കണ്ടോണം. ഓടിയത് പോലീസ് വന്നിടക്ക്. നമ്മളല്ലേ പോലീസ്. എന്ത് മണ്ടത്തുണ്ട്. സാറിന്റെ പൈസ ഞാൻ രക്ഷപ്പെടുത്തി തന്നു. കണ്ടാ കിട്ടിയാ? ഞാനേ ആ പഴയ ഓർമ്മയിൽ പോലീസ് നേട്ടപ്പോ ഞാനും ഓടിക്കണം. അതുകൊണ്ട് ഓടി. പോലീസ് യൂണിഫോമിലാണ് ഞാൻ. നമ്മള് പോലീസുകാരാ സാറ് മറന്നു പോയല്ലേ? എടോ ആ ഭാഗത്ത് കണ്ടല്ല ഉഗ്ര ചീട്ടുകളി ഏർപ്പുണ്ട്. അവിടെ പോയി ഈ ടെക്നിക്ക് ഒന്ന് ഇറക്കാലോ? ഈ ടെക്നിക്ക് ഇറക്കാനല്ല, ഞാനൊന്ന് കളിച്ചു നോക്കട്ടെ. ഞാൻ കുറച്ചു നാളായി. ഇന്ന് രണ്ടുപേരും എന്റെ ഇരു സൈഡിൽ നിന്ന് കളിച്ചോണം കേട്ടോ, തെറ്റിക്കരുത് എന്ന് കരുതി എന്റെ 2 കണ്ണും നിങ്ങളുടെ മേലിലായിരിക്കും. ഒറ്റ ഒരുത്തനെ നോക്കുവാനോ അവരോട് പുഞ്ചിരിക്കാനോ കൊഞ്ചിക്കൊഴയാനോ നിൽക്കാൻ പാടില്ല. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ എന്നിലായിരിക്കും. മനസ്സിലായോ? പിന്നെ ആരെങ്കിലും പരിപാടി ബുക്ക് ചെയ്യാനാന്ന് പറഞ്ഞ് വന്നാൽ ഫോൺ നമ്പർ കൊടുത്തേക്കരുത്. എന്റെ നമ്പറേ കൊടുക്കാവൂ, നിങ്ങളുടെ നമ്പർ കൊടുക്കാൻ പാടില്ല. ഫോൺ നമ്പർ ഒരാൾക്ക് കൊടുത്തു പോയി. ആർക്ക്? കഴിഞ്ഞ പരിപാടിക്ക് ഒരാൾക്ക്. എന്തിന്? ആരോട് ചോദിച്ചിട്ട് നീ കൊടുത്തത്? ചുമ്മാ ഫോൺ നമ്പർ ചോദിച്ചപ്പോ ഞാൻ കൊടുത്തു. നിന്നോട് പറഞ്ഞിട്ടില്ല നീ മറ്റുള്ളവരുടെ നിന്റെ നമ്പർ കൊടുക്കാൻ പാടില്ല? പക്ഷെ ഇതുവരെ ആ ചേട്ടൻ വിളിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യും, നിന്റെ സിമ്മന്റ് അതങ്ങ് ഒടിച്ചു കളഞ്ഞേരെ കേട്ടോ. നിനക്ക് പുതിയ നമ്പർ എടുത്തു തരാം. നീ ഇനി ആരെങ്കിലും വിളിച്ചോടി. അണ്ണം പറയാണ്ട് ഞാൻ ആർക്കും നമ്പർ കൊടുക്കൂല. കണ്ടുപിടിക്കണേ, അവളെ കണ്ടുപിടിക്കേ. ആർക്കും നമ്പർ കൊടുക്കരുത് കേട്ടോ. ഓക്കെ, നമുക്കൊരു റിഹേഴ്സൽ നോക്കാം. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. അടിപൊളിയായി കേട്ടാ. അപ്പം കമ്മിറ്റിക്കാരുടെ മുമ്പിൽ എവിടെ പോയാലും നമ്മുടെ വില കളയും. അടിപൊളിയായിട്ടായിരിക്കണം പരിപാടി നടക്കേണ്ടത്.
ചേർത്തല തങ്കുവാശാനല്ലേ? അല്ലേ? എന്നെ അറിയാമോ? അറിയാമോന്നാ? തങ്കുവാശാന്റെ എത്ര കരകാട്ടം ഞാൻ എവിടെയൊക്കെ കണ്ടേക്കണ്. കഴിഞ്ഞ വർഷം ചേർത്തല ആ ക്ഷേത്രത്തില് നിങ്ങളുടെ കരകാട്ടം വരുന്നില്ലേ? ഞങ്ങളുടെ കടകളുണ്ടോ? ചേർത്തല ഉണ്ടായിരുന്നു. ആ ഞങ്ങള് എന്തോരം ആളുകളായിരുന്നു. അതല്ലേ? ആ അവിടെയാണ് കരകാട്ടം കഴിഞ്ഞപ്പോ ആശാന ഭിത്തിമേൽ ചേർത്ത് പിടിച്ച് മുഖം ഇങ്ങനെ ഇട്ട് ഒരച്ചത്. ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഏയ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടതല്ലേ. ഞാൻ എനിക്കെന്തോ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അവിടെ. എന്നാ ഞങ്ങളായിരിക്കില്ല. അപ്പൊ നിങ്ങൾ തന്നെ? അല്ലല്ല, അതിനുശേഷം പിന്നെ ഞാൻ കണ്ടത് ശംഖുമുഖത്ത്. ആ ശംഖുമുഖത്ത്. ശംഖുമുഖത്ത് എന്ന് പറഞ്ഞാൽ ഇല്ല, ശംഖുമുഖത്ത് അണ്ണനെ ആളുകൾ എടുത്തോണ്ട് പോകുമായിരുന്നു. എടുത്തോണ്ട് പോയിട്ട് ആ കടപ്പുറത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ശംഖ് വെച്ച് മൂക്കത്ത് ഇങ്ങനെ ഒരച്ച്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. ഞങ്ങളെയോ? പിന്നെ എനിക്ക് പറയാനുള്ളത് കോതമംഗലത്ത്. അയ്യോ, അതിന്റെ കാര്യം പറയില്ല പ്ലീസ് സാർ. കാല് പിടിക്കാം. കോതമംഗലത്തെ കേസ് കൊണ്ടല്ല. ഈ ആശാനെ ഒരു സംശയം ചോദിച്ചോട്ടെ? എന്താണ്? ഇതെന്താ ഒരു ടാഗ് ഇതിന്റെ സൈഡിൽ തൂക്കിട്ടിരിക്കുന്നത്? എടോ, ഇത് ആധാർ കാർഡാണ്. ആധാർ കാർഡാണ്. ഇപ്പൊ എല്ലാമായിട്ട് അങ്ങ് ആധാർ കാർഡ് ലിങ്ക് ചെയ്യുമല്ലോ. അപ്പൊ ഞങ്ങളും ഈ ആധാർ കാർഡ് ഈ കുടവായിട്ട് അങ്ങ് ലിങ്ക് ചെയ്തു. ലിങ്ക് ചെയ്തു. അതെന്തിനാ ഈ ആധാർ കാർഡ് കുടവായിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്യുന്നത്? ലിങ്ക് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് കുടത്തമ്മി മാറിപ്പോകാതിരിക്കാൻ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഏത് ആൾക്കൂട്ടത്തിന്റെ ഇടയിലാണെങ്കിലും ഇവരുടെ കുടം ഞാൻ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കും. അതിനൊക്കെയാണ് നമ്മൾ ഇത് ലിങ്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ലിങ്ക് ചെയ്തതാ. അല്ലാസാനെ എന്ത്? നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പൊ 2 പെണ്ണുങ്ങളുള്ള 10-20 പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നല്ല? ഉണ്ടായിരുന്നു സാറേ, 10-20 പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. ഇവളമാരുടെ കാരണം കൊണ്ടാണ് അവളുമാരെല്ലാം പോയി ഇട്ടേച്ചു പോയി. ഞങ്ങളുമായിട്ട് ചേരാഞ്ഞിട്ടൊന്നും അല്ല. നിങ്ങളുമായിട്ട് ചേരാഞ്ഞത് കൊണ്ട് തന്നെയാണ്. മിണ്ടി പോവരുത്. ഈ വരുന്ന പെണ്ണുങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചേരും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അതോടെ അവരെ ഞങ്ങളങ്ങോട്ട് ഒഴിവാക്കി. അതല്ലേ? അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? അപ്പൊ ഇത് 2 ആശാന്റെ ഭാര്യമാരാണ്? ഇത് രണ്ടും എന്റെ ഭാര്യമാരാണ്. ശരി. 2 കെട്ടിയത്? 2 കെട്ടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇവളെയാണ് വിവാഹം കഴിച്ചത്. എന്റെ പൊന്നോ, കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് എന്റെ സ്വസ്ഥത പോയിട്ട് എന്നും അങ്ങ് വഴക്കാൻ തന്നെ. ഇവിടെ ദേവസ്വം വഴക്കാൻ. എനിക്ക് സ്വസ്ഥത എന്ന് പറയുന്നത് തരത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ 2ാമത് കിട്ടുന്നത്. അതോടെ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് മാറിയ പുള്ളിക്കാരനെ കിട്ടിയപ്പോ? എനിക്ക് സ്വസ്ഥത കിട്ടി. ഇപ്പൊ അവര് തമ്മിലാണ് വഴക്ക്. അങ്ങനെയാണ് വഴക്ക്. പിന്നെ ആചാര്യ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്താണ്? ഇവിടെ പാട്ടും കൂത്തൊന്നും പറ്റില്ല. പാട്ടും കൂത്തും പറ്റില്ല. പാട്ടും കൂത്തും പറ്റില്ല? പറ്റില്ല. അതങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാർ? നിങ്ങൾ ഡാൻസ് കളിച്ചോ ഇവിടെ, പക്ഷെ കൊട്ടും പാട്ടൊന്നും പാടില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്കത് ഇഷ്ടമല്ല. താളമില്ലാതെ ഞങ്ങൾക്ക് മനസ്സിൽ താളോട്ട് കളിച്ചാൽ മതി, അല്ലാണ്ട് കൊട്ടും പാട്ടും നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കളിക്കാൻ പറ്റുമോ? സാറെന്തെങ്കിലും പറയട്ടെ, നമുക്കത് നോക്കേണ്ട കാര്യമില്ല. ഒരു മിനിറ്റ്. അതെ, അത് വേറൊന്നുമല്ല. സാറിന് മുന്നിൽ വെച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. സാറിന് ഈ പാട്ട്, താളം, ഡാൻസ് അതൊക്കെ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ സാറിന് അന്നേരം കിടന്ന് ഡാൻസ് കളിക്കാനും തുള്ളാനും തോന്നും. സാറിന്റെ വീക്ക്നെസ് അത്. അതുകൊണ്ടാണ് അങ്ങനെ. അതുകൊണ്ടാ സാറ് അങ്ങോട്ട് മാറി നിന്നാ പോരെ. സാരമില്ല, സാറിന്റെ മുന്നിൽ വെച്ച് കാര്യം മനസ്സിലാക്കാം. നമ്മൾ കമ്മിറ്റിക്കാർ കാശ് തന്നിട്ടാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. അതെ, അതെനിക്ക് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, അതിപ്പോ എന്നാ ചെയ്യും നമ്മള്? അതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞില്ല. ഞങ്ങള് സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഞാൻ പറഞ്ഞു കേട്ടോ. അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾക്ക് ഇവിടെ ഉത്സവം നന്നാക്കണം. അതിനാണ് ഞങ്ങൾ ഞങ്ങളുടെ വയറ്റത്തിട്ട് അടിക്കരുത്. നമ്മള് പൈസ മേടിക്കുന്ന പരിപാടി. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. തുടങ്ങാൻ പോകണോ? പിന്നെ അല്ലാതെ പാട്ട് നിർത്താൻ പറഞ്ഞാണ്. ഒരു 10 രൂപ ഒരു 10 രൂപ. എങ്ങനെയുണ്ടായിരുന്നു സാർ എന്റെ ഡാൻസ്? കൊള്ളാം, നന്നായിട്ടുണ്ട്.
ഇനിയിപ്പോ ഇത് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തോണം. അപ്പൊ എനിക്ക് സാർ ലോങ് ലീവ് തരാൻ പോയടാ. ലോങ് ലീവ് അല്ല, യു ആർ ഡിസ്മിസ്.